കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിന് ബി.ജെ.പിയോടുള്ള ചായ്വ് കൂടുതലാണ്. അത് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവിന് വോട്ട് ചെയ്താൽ അവർ നാളെ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്ന ചോദ്യമായിരുന്നു. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത്. ഇപ്പോഴിതാ ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവ് കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ നടത്തിയ പ്രസംഗ വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും എം.പിയുമായ അധീർ രഞ്ജൻ ചൗധരി. തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നതാണെന്നുള്ള അധീർ രഞ്ജന്റെ പ്രസ്താവനയാണ് വിവാദത്തിലായത്. ഇതിന്റെ വീഡിയോ തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ പുറത്തുവിട്ടതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലുമായിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മതേതരത്വം ഇല്ലാതാകും. തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയായിരുന്നു അധീർ രഞ്ജൻ ചൗധരിയുടെ പ്രസ്താവന. വീഡിയോ പുറത്തു വന്നതോടെ അധീർ ബംഗാളിൽ ബി.ജെ.പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണെന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ബി.ജെ.പിയുടെ കണ്ണും ചെവിയുമായി പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ അവരുടെ ശബ്ദമായും ചൗധരി മാറിയെന്ന് തൃണമൂൽ ആരോപിക്കുന്നു. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും തൃണമൂൽ എക്സിൽ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ വീഡിയോയെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ ജയറാം രമേശിന്റെ പ്രതികരണം. ഏത് സന്ദർഭത്തിലാണ് അധീർ സംസാരിച്ചതെന്ന് വ്യക്തമായിട്ടില്ല എന്നും ജയറാം രമേശ് പറഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി ബഹ്റാംപൂരിൽ നിന്നുള്ള എം.പിയാണ് അധീർ രഞ്ജൻ ചൗധരി. ഇത്തവണയും അധീർ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ബംഗാളിൽ ഇന്ത്യ സഖ്യമല്ലാതെ അധീറിനെതിരെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനെയാണ് തൃണമൂൽ ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇതോടെ മത്സരം കനക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അധീറിന്റെ പരാമർശം വിവാദമായിരിക്കുന്നത്. അധീർ രഞ്ജന്റെ ഈ വിവാദ പരാമർശം തീർച്ചയായും തൃണമൂൽ കോൺഗ്രസ് ആയുധമാക്കി ഉപയോഗിക്കുന്നതാണ്.